മൂവാറ്റുപുഴ നഗരസഭയുടെ 16-ാം വാർഡിൽ 3 മുന്നണികളോടും എതിരിടുവാൻ വീണ്ടും സേവ്യർ ജോസഫ് രംഗത്ത്. 2015-20 കൗൺസിൽ കാലഘട്ടത്തിൽ സേവ്യർ സ്വതന്ത്രനായി ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു. സേവ്യർ കൂടി സ്വതന്ത്രനായി 16-ാം വാർഡിൽ ഇറങ്ങിയതോടെ വാർഡിൽ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. മൂവാറ്റുപുഴ നഗരസഭ 16-ാം വാർഡിൽ ഇത്തവണയും സ്വതന്ത്രനായി മത്സരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുൻ കൗൺസിലർ സേവ്യർ ജോസഫ്. 2015-20 കൗൺസിൽ കാലഘട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച 14 വോട്ടുകൾക്കാണ് സേവ്യർ ജോസഫ് വിജയിച്ചത്. വാർഡിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. വാർഡിലെ ജനങ്ങൾ നൽകിയ പിന്തുണയും മികച്ച പ്രവർത്തനം അക്കാലയളവിൽ നടത്താൻ കഴിഞ്ഞതിനെ തുടർന്നുമാണ് ഇത്തവണയും മത്സരിക്കാൻ രംഗത്തിറങ്ങിയതെന്ന് സേവ്യർ ജോസഫ് പറഞ്ഞു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ പഴയ 14-ാം വാർഡിൽ ജനങ്ങൾ എന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അംഗീകരിച്ച് ഞാനൊരു കൗൺസിലറായി 5 വർഷക്കാലം നല്ല സേവനങ്ങൾ നടത്താൻ എന്നെക്കൊണ്ട് സാധിച്ചു. ദൈവാനുഗ്രഹമുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ലഭിക്കുകയും 2 വെള്ളപ്പൊക്കം, ഒരു കൊറോണ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നെങ്കിലും ഈ വാർഡിലെ പൊതുവായ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി ഇടപെടാനും അത് നടപ്പിലാക്കാനും എന്നെക്കൊണ്ട് സാധിച്ചു. ഇപ്പോൾ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ 16-ാം വാർഡായി ഇത് മാറി. ഈ 16-ാം വാർഡിൽ വീണ്ടും ഞാൻ സ്വതന്ത്രനായി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയാണ്. എനിക്ക് വേണ്ടി എല്ലാവരും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി എന്നെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. 1020 വോട്ടർമാരാണ് നിലവിൽ വാർഡിലുള്ളത്. 467 പുരുഷ വോട്ടർമാരും 553 സ്ത്രീ വോട്ടർമാരുമാണ് 16-ാം വാർഡിലുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും മികച്ച വിജയപ്രതീക്ഷയാണുള്ളതെന്നും സേവ്യർ ജോസഫ് പറഞ്ഞു. വർഷങ്ങളായി തയ്യൽ മെഷീൻ റിപ്പയറിംഗ് ജോലി ചെയ്യുന്ന സേവ്യർ കഴിഞ്ഞ തവണ തന്റെ ചിഹ്നമായി തയ്യൽ മെഷീൻ തന്നെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. ഇത്തവണയും തയ്യൽ മെഷീൻ ചിഹ്നമായി തന്നെ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സേവ്യർ. LDFും UDFും NDAയും ഉൾപ്പെടെയുള്ള മുന്നണികൾ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. സേവ്യർ കൂടി രംഗത്തിറങ്ങിയതോടെ 16-ാം വാർഡിലെ മത്സരത്തിൽ തീപാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിവിധ മുന്നണി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയാകുന്നതിന് ആവശ്യപ്പെട്ട് തന്നെ സമീപിച്ചിരുന്നെങ്കിലും അവരുടെ വിവിധ ഡിമാൻഡുകളുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സ്വതന്ത്രനായി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡായി ഈ 16-ാം വാർഡ് മാറും. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ്സിലെ നൽപിഞ്ഞ സ്ഥാനാർത്ഥിയെയും CPIയുടെ സ്ഥാനാർത്ഥിയെയും നൽപിഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ സ്ഥാനാർത്ഥിയും നിലവിലൂടെ ഉണ്ടായിരുന്നു. 4 സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ 2015-2020 കാലഘട്ടത്തിലേക്ക് മത്സരിച്ചത്. അവരെല്ലാം പിന്തള്ളി ജനങ്ങൾ എന്നെ നൽപിഞ്ഞ തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു നല്ല ഭരണത്തിലൂടെ ജനങ്ങളെ സഹായിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.